നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരാടം നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി 15 മുതൽ 28 വരെയുള്ള ഫലങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഇവരുടെ ഗൃഹാന്തരീക്ഷമൊക്കെ ഇച്ചിരി കുലുഷിതമാകുന്ന ഒരു സമയമാണ്. കുലുഷിതമാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും ഭവനത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. നിങ്ങൾ ഭാവിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ കണ്ണില് അത് വളരെ വ്യത്യസ്തമാർന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുക. അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെയൊക്കെ ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ കൂടുതൽ പണം മുടക്കി കൂടുതൽ ബിസിനസ് വ്യാപിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പറ്റിയൊരു സമയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റർവ്യൂവോ പരീക്ഷകളോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും വളരെ നല്ല സമയമാണ്. വിദേശത്തുള്ളവർക്കൊക്കെ തൊഴിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. മറ്റൊരു നല്ലൊരു തൊഴിലിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട്. ദൂരദേശ യാത്രകളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. പ്രവൃത്തിയിലെല്ലാം ഒരു പുരോഗതി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് മുന്നോട്ട് നീക്കി വെക്കുന്നത് നല്ലതാണ്. അതിൽ തർക്കങ്ങൾ ഉണ്ടാകാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. കോടതി വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 28-ാം തീയതിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. വളരെ അത്യാവശ്യമായിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് വളരെ ഭയഭക്തിയോടെ അത് ചെയ്യുകയാണെങ്കിൽ അത് വിജയം ഉണ്ടാവുന്നതാണ്. തീർത്ഥയാത്രകൾക്കൊക്കെ ഒരു അവസരം വരുന്നതാണ്. ആ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊക്കെ വിദേശത്ത് പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, അയൽക്കാരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അയൽക്കാരുടെ ദൃഷ്ടിദോഷമൊക്കെ നിങ്ങൾക്ക് പതിയാൻ സാധ്യതയുണ്ട്. ശത്രുദോഷമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ഈ ശത്രുദോഷം ഉണ്ടാവാതിരിക്കുവാനായിട്ട് എന്നും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 20-21 തീയതികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഒടുവ് ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യാത്രയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാധന സാമഗ്രികളൊക്കെ മോഷണം പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങളും കാണുന്നുണ്ട്. ഈ ദോഷങ്ങൾ അകലുവാനായിട്ട് നിങ്ങൾ ഈ വരുന്ന 2 വെള്ളിയാഴ്ചകൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. 20-ഉം 27-ഉം. ഈ അന്നദാനം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, ഒരാൾക്കെങ്കിലും നടത്തിയാൽ അത്രയും നല്ലതാണ്. അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയും ഇത് കാണുന്ന ആളുകൾ വളരെ കഷ്ടതയിലാണ് കഴിയുന്നതെങ്കിൽ അവര് സഹായിക്കണമെന്നില്ല. നിങ്ങൾക്ക് സഹായം വന്നു ചേരുന്നതാണ്. പക്ഷെങ്കിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് ദൈവത്തിലാണോ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ പൂരാടം നക്ഷത്രക്കാര് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയും കണ്ടു ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കൂടുതൽ കാര്യങ്ങളും വസ്തു സംബന്ധമായിട്ടുള്ളതല്ലാത്ത എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.